മമ്മി ഇന്നെന്താ കറി? ഇന്ന് കറി ചേന മെഴുക്കുവരട്ടിയുണ്ട്, മീൻകറിയുണ്ട്, ആ മീൻ വറക്കാനുണ്ട്. മീൻ വറക്കാനുണ്ട്, മീൻകറി വെക്കണം, ചേന മെഴുക്ക് വരട്ടി അല്ലേ? അമ്മയ്ക്ക് ഇഷ്ടമുള്ള മെഴുക്ക് വരട്ടിയല്ലേ ചേന മെഴുക്ക് വരട്ടി? അതെ. ഇത് നമ്മൾ കൊച്ചിന് പയറ് മെഴുക്ക് വരട്ടാവുന്നോ? ഒരു കോവയ്ക്ക ഉണ്ടായിരുന്നുള്ളൂ. നല്ല പനിക്കൂട്ടുണ്ട്. ആ അപ്പം ഇത് ഞാൻ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. അപ്പം ഞാനും മമ്മിയും കൂടെയാണ് കേട്ടോ ഉച്ചയ്ക്കത്തെ കുക്കിങ്ങും പരിപാടികളും എല്ലാം. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് മെഴുക്കുവരട്ടി ഇവിടെ ആരും അങ്ങനെ കഴിക്കാറില്ല. പയറ്, കോവയ്ക്ക അങ്ങനെയുള്ളതൊക്കെ കൂടുതലും ഞാനും കുഞ്ഞും തന്നെയാണ് കേട്ടോ കഴിക്കുക. പിന്നെ നമ്മൾക്ക് ഒരുപാടൊന്നും പയറും കോവയ്ക്കയും ഇത്തവണ ഉണ്ടായില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇത്തവണ കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയാലും പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ കൊടുത്താലും അവർ പറയും വേണ്ട എന്ന് പറയും. അതുകൊണ്ട് തന്നെ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഞാനും കുഞ്ഞും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാവും. എത്ര നിർബന്ധിച്ചാലും അവർ കഴിക്കില്ല കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കും കൊച്ചിനും വേണ്ടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഇത്. പിന്നെ നമ്മൾ കുറച്ച് ഈ ഭയങ്കര ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കുന്നത് മാത്രം നമ്മളൊന്ന് പൊളിച്ച് അതിൻ്റെ അരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്തവണ ഇവിടെ പയർ അത്ര കാര്യമായിട്ടുണ്ടായില്ല, കാരണം നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് ഒന്നും തന്നെ അടിക്കുന്നില്ല. അതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ കഴിഞ്ഞ തവണ ഒരു ഈച്ചയോ പുഴുവോ അങ്ങനെയോ ജീവികളോ പ്രാണികളോ ഒന്നും ഈ പയറുമണികൾ കഴിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇത്തവണ എന്താണെന്നറിയില്ല, നല്ലതുപോലെ നമ്മളുടെ ഈ പയറുമണികൾ തിന്നാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു വണ്ടുകൾ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ കുറവായിരുന്നു. പിന്നെ അത്യാവശ്യം നമ്മൾക്ക് ഒരു മെഴുക്കുവരട്ടിക്ക് വേണ്ട പയറും കോവയ്ക്കൊക്കെ ഇപ്പോൾ കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ചൂരയാണ് കേട്ടോ. ചൂര ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മീനുകളിൽ. അതും വെള്ളച്ചൂരയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ പയർ തോരനോടെ വെക്കുന്നുണ്ട് കേട്ടോ. പയർ ഡേറ്റ് ഏകദേശം കഴിയാറായി വരുന്നു. അപ്പോൾ ഇരുന്നാലും അത് പിന്നെ നമ്മൾ എടുത്ത് കളയുള്ളൂ. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഒക്കെ വാരിയെടുത്താലും നമ്മൾ കുറേ ദിവസം ഇങ്ങനെ വെച്ചിരുന്നിട്ട് നാളെ എടുക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഡേറ്റ് കഴിയുന്നത്. ഇപ്പോൾ പയറാണേലും പരിപ്പാണേലും കടലയാണേലും എല്ലാം ഒരു മാസത്തെ ഡേറ്റിനാണല്ലോ വരുന്നത്. അപ്പം നമ്മൾ എടുത്തില്ലെങ്കിൽ എന്താണെങ്കിലും വേസ്റ്റായി പോകും. അങ്ങനെ ഒരുപാട് വേസ്റ്റായി പോകാറുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ച് മേടിക്കുമെങ്കിലും സാഹചര്യങ്ങൾ പറ്റാറില്ല. അപ്പം ആരെങ്കിലുമൊക്കെ എടുക്കാറുണ്ടോ എന്ന് പറയണം കേട്ടോ. ഈ പണ്ടത്തെ കാലത്ത് ഈ എക്സ്പയറി ഒന്നും ഇല്ലായിരുന്നല്ലോ, അതെൻ്റെ ഒരു സംശയമാണ് കേട്ടോ. പണ്ട് കാലത്ത് ഈ എക്സ്പയറി ഡേറ്റ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. ഈ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിലും ഈ 1 മന്ത് ആയിരുന്നോ എന്നെനിക്ക് ശരിക്കും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ പയറാണേലും പരിപ്പാണേലും എന്തിനു പറയുന്നു ഏലക്ക, അങ്ങനെ A to Z നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കും ഒരു മാസത്തെ ഡേറ്റേ ഉള്ളൂ. അതിനുള്ളിൽ നമ്മൾ ഉപയോഗിച്ച് തീർക്കണമെന്നാണ്. ഞാനും ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ആണെങ്കിൽ പോലും ഇപ്പോൾ എടുക്കാറില്ല കേട്ടോ. കാരണം ഇപ്പോൾ എല്ലാം ഈ പ്രിസർവേറ്റീവ്സും പിന്നെ ഉള്ള കെമിക്കൽസും എല്ലാം ഇട്ടിട്ടല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ചേർക്കുന്നതെല്ലാം പിന്നെയും നമ്മൾ ഈ യൂസ് ബൈ ഡേറ്റ് കഴിഞ്ഞ് യൂസ് ചെയ്ത് നമുക്കിനിയൊന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മാസം കഴിയുമ്പോൾ കളയുകയാണ് കേട്ടോ പതിവ്. പക്ഷേ പണ്ട് കാലത്തൊന്നും ഈ ഡേറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ എപ്പോൾ തീരുന്നോ അതുവരെ അങ്ങ് ഉപയോഗിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം കാലം മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങളും അങ്ങനെ തന്നെയാണോ? ഒരു മാസത്തിനുള്ളിൽ എല്ലാം ഉപയോഗിച്ച് തീർക്കുകയാണോ എന്ന് പറയണം കേട്ടോ.
ഈ യൂട്യൂബൊക്കെ വന്നിരിക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഡൗട്ട്സൊക്കെ തീർക്കാനും ഒക്കെ പറ്റുന്നത്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ ഈ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കിട്ടുമല്ലോ. പക്ഷേങ്കിൽ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഓൾറെഡി എൻ്റെ സബ്സ്ക്രൈബേഴ്സും പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അവരൊക്കെ ഈ വോയിസ് കേൾക്കുകയാണെങ്കിൽ ഇതിന് റിപ്ലൈ ഇടണം കേട്ടോ. കൊച്ചിനും എനിക്ക് മാത്രമുള്ള മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കണം ഇവിടെ ആരും എടുക്കാറില്ല ഇത്. ഞാനും കൊച്ചുമാണ് കേട്ടോ ഇവിടെ മെഴുക്കുവരട്ടിയുടെ ആളുകൾ. കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ നമ്മൾ മെഴുക്കുവരട്ടിക്ക്. മുളകൊന്നും ഇട്ടില്ല കേട്ടോ. ഇനി എല്ലാത്തിനും ശേഷം ഒരു അലങ്കാരമായിട്ട് ഒരു നല്ല ഫിഷ് ഫ്രൈയും കൂടെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മളുടെ ഉച്ചയ്ക്ക് തൂണ്. എന്തുണ്ടെങ്കിലും എനിക്ക് തൈര് നിർബന്ധമാണ് കേട്ടോ ഊണ്. ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും തൈരും മീനും ബിരുദമല്ലേ എന്ന്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ചെറുപ്പം തൊട്ടേ തൈരിൻ്റെ കൂടെ ഞാൻ ചിക്കനും മീനും എല്ലാം കഴിക്കും കേട്ടോ. പ്രോൺസിൻ്റെ കൂടെ ആണെങ്കിലും അത് ഇപ്പോഴും എനിക്ക് ആ ശീലം തന്നെയാണ് കേട്ടോ. ചെറുതിലെ തൊട്ട് തുടങ്ങിയതാണ് എനിക്കത്, മീൻ കറിയുടെ കൂടെ തൈര് കഴിക്കുക എന്നുള്ളത്. മീൻ കറി അപ്പോഴും ഞാൻ ചാറെടുക്കില്ല കേട്ടോ, പീസ് മാത്രമേ എടുക്കുകയുള്ളൂ. പക്ഷെ എനിക്ക് തൈര് നിർബന്ധമാണ് ഉച്ചയൂണിനാണേലും രാത്രിയിലാണേലും. കുഞ്ഞുനാളിൽ തൊട്ടേ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ കമൻസൊക്കെ ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ കഴിച്ചു തുടങ്ങി കേട്ടോ. ഇങ്ങനെ അങ്ങ് കൂനി കൂടി കിടക്കാതെ എല്ലാവരും ഒരു കൈ മേശപ്പുറത്തൊക്കെ വെച്ചിട്ട് പോകും. എന്തൊരു ടേസ്റ്റ് വെച്ചാൽ എനിക്ക് കേട്ടോന്നേ, അടിപൊളിയോ ഭയങ്കര ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെ ചേന ഇങ്ങനെ വിട്ടുവിട്ടിരിക്കുന്ന അധികം കഴിക്കുന്നില്ല. നെയ്യൊക്കെ കഴിക്കുന്ന പോലെ അടിപൊളി. ഇതാ ഇന്നത്തെ ഏറ്റവും ടേസ്റ്റി. പായൊക്കെ അരിഞ്ഞു പോകും. അതല്ലേ അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം അത്രയൊക്കെയുള്ളൂ വിശേഷം. അപ്പോൾ ശരി, ബൈ.